കരാറുകളെല്ലാം കാറ്റിൽ പറത്തി, കരാറുകളെല്ലാം കാറ്റിൽ പറത്തി, അരാജകത്വം നടപ്പിലാക്കി, അരാജകത്വം നടപ്പിലാക്കി, അടക്കി ഭരിക്കാൻ നോക്കുന്നു, അടക്കി ഭരിക്കാൻ നോക്കുന്നു. ഒന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം, ക്ലർക്ക്, പ്യൂൺ, സ്വീപ്പർ തസ്തികകളിൽ സ്ഥിര നിയമനം നടത്തുക, ജീവനക്കാർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, തൊഴിൽ നിയമങ്ങൾ പാലിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പുത്തൻകുരിശ് ഫെഡറൽ ബാങ്ക് ശാഖയുടെ മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. ട്രാൻസ്ഫർ പോളിസിയിലുള്ള കടന്നാക്രമങ്ങൾ അവസാനിപ്പിക്കുക, ട്രാൻസ്ഫർ പോളിസിയിലുള്ള കടന്നാക്രമങ്ങൾ അവസാനിപ്പിക്കുക, തൊഴിൽ നിയമങ്ങൾ പാലിക്കുക, തൊഴിൽ നിയമങ്ങൾ പാലിക്കുക, ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ അംഗീകരിക്കുക, ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ അംഗീകരിക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അസിസ്റ്റന്റ് സെക്രട്ടറി നഹാസ് പി സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ ധർണ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ ബി രാംപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 93 വർഷക്കാലം പഴക്കമുള്ള ഒരു ബാങ്കിൽ ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരുടെ സംഘടന 1963 രൂപീകരിച്ച ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഇന്ത്യയിലെ ഏറ്റവും പഴയതും വലിയതുമായ സംഘടനയായ 1946 രൂപീകരിച്ച ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ അംഗങ്ങൾ ഫെഡറൽ ബാങ്കിലെ ജീവനക്കാർ കഴിഞ്ഞ 2 വർഷക്കാലമായി വലിയ ഒരു പോരാട്ടത്തിലാണ്. ഫെഡറൽ ബാങ്ക് വളരെ 90 വർഷ ചരിത്രത്തിൽ ഈ രാജ്യത്തെ ഉള്ള പൊതുമേഖലാ ബാങ്കുകളുടെ ഒപ്പം കടപിടിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു ബാങ്കിൽ ആവശ്യത്തിനുള്ള ആളുകളെ നിയമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. അത് ക്ലാർക്ക്, പ്യൂൺ തസ്തികകളിൽ ആളുകളെ വേണ്ട രീതിയിൽ നിയമിക്കാതെ കോൺട്രാക്റ്റ് അടിസ്ഥാനത്തിൽ വളരെ തുച്ഛമായ രീതിയിൽ ശമ്പളം നൽകിക്കൊണ്ട് കൂടുതൽ നേരം അവരെ പണിയെടുപ്പിച്ചുകൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവണതയിലേക്ക് മാറുന്നതിനെതിരായിട്ടാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഒരു വലിയൊരു പണിമുടക്കിൽ ഉൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ക്ലാർക്ക്, പ്യൂൺ തസ്തികകളിൽ നിയമനം നടക്കുന്നില്ല എന്നുള്ളത് ഒരു വശം. ഈ പറഞ്ഞ പോലെ ഔട്ട്സോഴ്സിങ് വളരെ തുച്ഛമായ വേതനം നൽകിക്കൊണ്ട് പുറം കരാർ വൽക്കരണം നടത്തുവാനുള്ള ഒരു പ്രക്രിയയ്ക്കെതിരെയുമാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഇപ്പോൾ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഉള്ളത്. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ദേശീയ വൈസ് പ്രസിഡന്റ് മാത്യു ജോർജ്, ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോകുൽ കെ പിള്ള, NCP ജില്ലാ ജനറൽ സെക്രട്ടറി പൗലോസ് MM, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബേസിൽ ബാബു എന്നിവർ സംസാരിച്ചു. ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ മൂവാറ്റുപുഴ റീജിയണൽ കമ്മിറ്റി അംഗങ്ങളായ രാംകുമാർ B, ജിജോ ജോർജ് ഐസക്, എബ്രഹാം കൊച്ചിക്കുന്നെ, മനോജ് KR, ജീജ M കുര്യൻ, വീണ A എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈയെടുക്കേണ്ട മാനേജ്മെന്റ് അതിന് തയ്യാറാവാതെ ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് സമരപരിപാടിയുമായി ജീവനക്കാർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഓണത്തിന് പട്ടിണി സമരം നടത്തുവാനും മുഴുവൻ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഹെഡ് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുവാനും സംഘടന ആഹ്വാനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള. Scores ഇപ്പോൾ equal ആണ് 32-32. Can she do it? 1057 divided by 11 plus 2 plus 4 minus 57 by the 4. शकुंतला है या आइंस्टाइन की बेटी है, खेले नंबरों से जैसे घर की खेती है. ഇതെവിടുന്ന് പഠിച്ചു? SIP Abacus Maths മാത്രമല്ല അതിലുമധികം SIP Abacus Maths plus concentration plus better learning.